ശ്രീ ദിനുവയിൽ നോക്കൂ, നമ്മൾ ഭയന്നു പോകുന്ന ആരോപണങ്ങളാണ്, ഭയന്നു പോകുന്ന കൊലപാതകങ്ങളാണ്. ഈ പറയുന്ന രീതിയിൽ ഇത് പുറത്തു വരാൻ ഭയമുള്ളവർ പറയുന്നുണ്ട്. അവിടെ കാട്ടിനകത്തൊക്കെ ഈ പറയുന്ന മൃതശരീരങ്ങൾ ചുമ്മാ കിടക്കുന്ന കഥ പോയ കാലങ്ങൾ കണ്ട കാര്യം അവിടുത്തെ എന്താ അവിടുത്തെ കോളേജിൽ പഠിച്ച കുട്ടികളൊക്കെ പിന്നീട് വന്ന് പറയുന്നുണ്ട്. തിരോധാനത്തിന് പിന്നെയും പരാതികൾ. ഏറ്റവും ഒടുവിൽ അച്ഛൻ കൊല്ലപ്പെട്ടു എന്നതടക്കം അവിടുത്തെ ഭൂമി തട്ടിയെടുക്കാൻ ഈ പറയുന്ന ടീം നീക്കം നടത്തി എന്നതടക്കം പുതിയ പരാതികൾ വരുന്നുണ്ട്. ഇയാൾ പറഞ്ഞ തെളിവായി ആദ്യം ഇയാൾ തലയോട്ടി ഹാജരാക്കുന്നുണ്ട്. പിന്നീട് കണ്ടെത്തിയ പറഞ്ഞ സ്ഥലങ്ങൾ കുഴിക്കുമ്പോൾ അവിടെ അസ്ഥികൂടങ്ങളുണ്ട്. എന്നിട്ടും അവിടുത്തെ കർണാടക മാധ്യമങ്ങൾക്ക് മൗനമാണ്, പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾക്ക് മൗനമാണ്, ദേശീയ അന്വേഷണ ഏജൻസികൾക്ക് മൗനമാണ്. എന്താണെന്ന് ഈ ഒരു മഹാമൗനം, ശ്രീ ദിനു? ഞാൻ ഓർക്കുകയായിരുന്നു, ഒരുപക്ഷെ ഏതെങ്കിലും ഒരു ഇതര മതസ്ഥാപനത്തിൻ്റെ അടിയിൽ ഏതെങ്കിലും ഒരു ഹിന്ദു ദൈവത്തിൻ്റെ വിഗ്രഹം ഉണ്ടെന്ന വെറുതെ ഒരു ആരോപണം ഏതെങ്കിലും ഒരു മനുഷ്യൻ പറഞ്ഞാൽ അങ്ങോട്ടേക്ക് ചാടിക്കേറി പൊളിക്കാനും ആവേശത്തോടെ ചെല്ലുകയും ഒക്കെ ചെയ്യുന്ന തീവ്ര ഹിന്ദുത്വവാദികൾ അടങ്ങുന്ന ആളുകൾ, അവരുടെ കൂട്ടങ്ങൾ, നിത്യമായി അത്തരം കാര്യങ്ങളെ സെൻസേഷനലൈസ് ചെയ്തുകൊണ്ട് നടക്കുന്ന ഹിന്ദുത്വ മാധ്യമങ്ങൾ, ഇവരെല്ലാം തന്നെ ഈ പറഞ്ഞ കടുത്ത നിശബ്ദതയിലാണ്. നൂറുകണക്കിന് ഹിന്ദു മതത്തിൽ കൂടി ഉൾപ്പെട്ട മനുഷ്യരുടെ, ഭക്തരായ മനുഷ്യരുടെ കൂടി മൃതദേഹങ്ങൾ ഒരിടത്തുണ്ട് എന്ന് പറഞ്ഞിട്ട് പോലും ഒരു ഹൈന്ദവ വിഗ്രഹം ഉണ്ടെന്ന് കേട്ടാൽ ഓടിച്ചാടി നടക്കുന്ന ഈ മനുഷ്യന്മാർക്ക് ഈ മനുഷ്യ ജീവനോട് യാതൊരു രീതിയിലുള്ള കമ്മിറ്റ്മെന്റും ഇല്ല എന്നുള്ളത് തന്നെയാണ് വളരെ കൃത്യമായി ഈ സംഭവം തെളിയിച്ചു കൊണ്ടിരിക്കുന്നത്. നോക്കൂ, BJPയുടെ പ്രതിപക്ഷ നേതാവ് മാത്രമല്ല, അരവിന്ദ് ബെല്ലാഡ് എന്ന് പറയുന്ന MLA ആദ്യഘട്ടത്തിൽ തന്നെ പറയുന്നത് ഈ ആരോപണങ്ങളെല്ലാം ബേസ്ലെസ് ആണ് എന്നാണ്. അതായത് ഒരു SIT പ്രോബ് വരുന്നതിന് മുൻപ്, ഒരു അന്വേഷണം നടക്കുന്നതിന് മുമ്പ് അരവിന്ദ് ബെല്ലാഡ് അടക്കമുള്ള ആളുകൾ പറയുന്നത് ഇതൊരു ബേസ്ലെസ് ആർഗ്യുമെന്റ് ആണെന്നാണ് അവർ തീർത്ത് വെക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. അശ്വൻ നാരായണൻ അടക്കമുള്ള അശോക അടക്കമുള്ള പ്രതിപക്ഷത്തിരിക്കുന്ന BJPയുടെ നേതാക്കന്മാർ അനുദിനം ഇതിനെ വർഗീയവൽക്കരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഹാഷ്മി പറഞ്ഞ പോലെ ഒരു പക്ഷേ ഇന്ത്യയുടെ തന്നെ ഹിസ്റ്ററിക്കകത്ത് ഇതൊരു ഞെട്ടിക്കുന്ന സംഭവമാവാനുള്ള പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങൾ കൂടെ ഈ പറയുന്ന ഇതിനകത്ത് സർവൈവ് ചെയ്ത് വന്നിട്ടുള്ള ചില ആളുകൾ നമ്മളോട് സൂചിപ്പിക്കുന്നുണ്ട്. ഈ പറയുന്ന അമ്മ തൻ്റെ മകളുടെ ശരീരത്തിൻ്റെ ഭാഗമെങ്കിലും കിട്ടണമെന്ന് പറയുന്ന, അസ്ഥികളെങ്കിലും എനിക്ക് വേണ്ടി തരണം എന്ന് പറയുന്ന സുജാത ഭട്ട് കൃത്യമായി പറയുന്നുണ്ട്. അവർ ബെൽത്താണ്ടി പോലീസ് സ്റ്റേഷനിൽ പോകുന്ന സമയത്ത് അവരെ തിരിച്ചയച്ചുവെന്നും ധർമാധികാരിയും സഹോദരനും ചേർന്നുകൊണ്ട് വെർബൽ അബ്യൂസിന് വിധേയാക്കിയെന്ന് പറഞ്ഞു. അവിടെയും തീരുന്നില്ല. അമ്പലത്തിൻ്റെ അടുത്ത് കരഞ്ഞിരുന്ന ഒരു പാവപ്പെട്ട സ്ത്രീയെ കസേരയിൽ ടൈ ചെയ്തുകൊണ്ട് ഭീഷണിപ്പെടുത്തി പിന്നീട് അവർ കണ്ണു തുറക്കുമ്പോൾ ഒരു ആശുപത്രിക്കകത്താണ് അവർ കിടക്കുന്നതെന്നാണ് അവർ പറയുന്നത്. 8ഓളം സ്റ്റിച്ചസ് ആയിക്കൊണ്ട് 3 മാസത്തോളം എടുത്തുകൊണ്ടാണ് അവരുടെ ശരീരത്തിൽ ഏറ്റ മുറിവിൽ നിന്ന് പോലും അവർക്ക് പുറത്തു കടക്കാൻ വേണ്ടി സാധിച്ചത്. കാണാതായ ഒരു മകളെ ഓർത്ത് കരഞ്ഞൊരു അമ്മയ്ക്ക് ഇത്തരത്തിലുള്ള സ്ഥിതിയാണ് അവിടെ നിന്ന് ഉണ്ടായിട്ടുള്ളത്. അവർ പറയുന്നത് നുണയാണെങ്കിൽ നുണപരിശോധനയായുള്ള പോളിഗ്രാഫ് ടെസ്റ്റിന് അവരെ വിധേയമാക്കൂ എന്ന് പറയുന്നുണ്ട്. അവിടുത്തെ ക്ഷേത്ര ഭരണസമിതി അധികാരികൾക്ക് ധൈര്യമുണ്ടോ പോളിഗ്രാഫ് ടെസ്റ്റിന് വന്നിരിക്കാൻ എന്ന് അവർ വളരെ ആർജവത്തോടു കൂടി ഈ സമയത്ത് ചോദിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇവിടെ ഈ സാനിറ്റൈസേഷൻ വർക്കർ, ദളിത് സമുദായത്തിൽപ്പെട്ട സാനിറ്റൈസേഷൻ വർക്കർ, അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഞെട്ടിക്കുന്ന കാര്യങ്ങൾ, ഈ അടിവസ്ത്രങ്ങളില്ലാതെ കുഞ്ഞുങ്ങളെ കണ്ടു എന്നത് മാത്രമല്ല, നേരത്തെ ഹാഷ്മി സൂചിപ്പിച്ച പോലെ തന്നെ സ്ട്രാങ്കുലേഷൻ, കഴുത്തിലുടനീളം സ്ട്രാങ്കുലേഷൻ നടന്നിട്ടുള്ള, ഗ്യാങ് റേപ്പുകൾ നടന്നിട്ടുള്ള, സ്കൂൾ യൂണിഫോമുകളിൽ സ്കൂൾ ബാഗ് അടക്കം വെച്ച് ശരീരങ്ങൾ കത്തിക്കേണ്ടി വന്നതടക്കമുള്ള സംഭവങ്ങൾ ഇതിനോട് ചേർത്ത് പറയുന്നുണ്ട്. 20 വയസ്സുള്ള ഒരു കുട്ടിയുടെ ശരീരം മൊത്തം ഈ പറഞ്ഞ പേപ്പറിൽ കെട്ടിക്കൊണ്ടാണ് അത് കത്തിക്കേണ്ടി വന്നത് എന്നുള്ളത് അടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഇത്ര ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ ഉണ്ടായിട്ടും 14ഓളം ദിവസം യാതൊരു രീതിയിലും ഈ സൈറ്റുകൾക്കകത്ത് ഇൻസ്പെക്ഷൻ നടത്താനുള്ള ഒരു മിനിമം ആർജവം പോലും അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഇതൊരു സിസ്റ്റമിക് ഫെയിലർ അവിടെ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഒരു പക്ഷേ വളരെ എളുപ്പത്തിൽ ഗ്യാഗ് ഓർഡർ 8000ഓളം URLകൾക്കെതിരെ ഗ്യാഗ് ഓർഡർ പുറപ്പെടുവിക്കുവാൻ വേണ്ടി കോടതി ഇൻട്രസ്റ്റ് കാണിക്കുന്ന സമയത്ത് വളരെ കൃത്യമായി നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അവിടെയുള്ള ഇത്തരം സൗജന്യയുടെ അടക്കമുള്ള കേസുകളുടെ ഹിസ്റ്ററി നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അതിനകത്തൊക്കെ നടന്നിട്ടുള്ള ലോക്കൽ പോലീസ് അടക്കമുള്ള ഉദ്യോഗസ്ഥർക്ക് എങ്ങനെയാണ് കൃത്യമായി ഡി ഗ്രൂപ്പ് കമ്പനികളുമായിട്ടുള്ള അസോസിയേഷൻ എന്നുള്ളത് നിരവധി അൽ ജസീറ അടക്കമുള്ള വാർത്താ മാധ്യമങ്ങൾ ഇപ്പോൾ പുറത്ത് വിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് വളരെ കൃത്യമായിക്കൊണ്ട് ഒരു മതാധിപത്യം വരുന്ന പോലെ തന്നെ സമാനമായിക്കൊണ്ട് ഒരു ക്ഷേത്ര ഭരണ സമിതി ഇന്ത്യൻ ഭരണഘടനയെ പോലും അട്ടിമറിച്ചുകൊണ്ട് ഒരു
ഒരു മറു രാജ്യം ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് അവിടെ സ്ഥിതിഗതികൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.